ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലാണുള്ളത്. ഹോസ്റ്റലിലേക്ക് പോവാണ്. എറണാകുളത്താണ് നമ്മുടെ ഹോസ്റ്റൽ, കടവന്തലിലാണ് വരുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങളായി ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയിട്ട്. 2 ദിവസം അവിടെ നിൽക്കത്തുള്ളൂ, 3 ദിവസം. അത് കഴിയുമ്പോൾ നാട്ടിലേക്ക് പോരും. അപ്പോൾ ഹോസ്റ്റലിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പല ദിവസങ്ങളിൽ വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മിസ്സാവും, മറന്നു പോകും. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം മുതൽ ഹോസ്റ്റലിൻ്റെ വിശേഷങ്ങളും നിങ്ങളുടെ ഫുഡും നിങ്ങളുടെ എങ്ങനെയാണ് അവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റേ ട്യൂൺ. രണ്ട് സാധനങ്ങളുണ്ട്. ആരോടും കൊടുക്കണം കേട്ടോ. തൃശ്ശൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമുക്ക് KSRTCയിലേക്ക് നടക്കാം. കുറച്ച് ദൂരമുണ്ട്. തങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ഫ്രിഡ്ജിൽ വെള്ളം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ച് ഞാൻ എടുത്തു വെച്ചു. പക്ഷെ ധൃതിക്ക് ഇറങ്ങി പോരുന്നപ്പം കുപ്പി എടുത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ ഗോൾഡൻ മാർക്കറ്റാണ്, അവിടെ കയറി ഒരു കുപ്പി മേടിച്ചു. അങ്ങനെ ഒരു 2.5 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് നമ്മളിപ്പം എറണാകുളം സൗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കയറുന്ന സമയത്ത് ഒരു കാല് കുത്താനുള്ള ഇടയുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഇത് ഗുരുവായൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഗുരുവായൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ തിരക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലാസ്റ്റ് ആൾക്കാരോട് ഇപ്പൊ പോയുള്ളൂ. ഇപ്പൊ ഞാൻ മാറി. ഓക്കെ, അപ്പൊ ഇപ്പൊ നോർത്തിലെത്തി. സൗത്തിലെത്തിയിട്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അതിന് മുന്നേ ഒരു ചായ കുടിക്കാം. ഇല്ലെങ്കിൽ ഈ നേരത്തെ ഹോസ്റ്റലിൽ ഒന്നും കിട്ടത്തില്ല. ഇനിയിപ്പോൾ രാത്രിയാവണം, ഡിന്നറിൻ്റെ ടൈം ആവണം. അപ്പം അതുവരെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ചായ കുടിച്ചിട്ട് പോകും. നമുക്ക് നടന്ന് ഹോസ്റ്റലിലേക്ക് പോവാം. ഞാൻ ചായ കുടിക്കണ്ടെന്ന് വെച്ചു. ചായ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നാരങ്ങ വെള്ളം കുടിച്ചു. എല്ലാം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കടലമിഠായി. ഇതും ഒരു പാക്കറ്റ് മേടിച്ചു. ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മുടെ ഒരു കടലമിഠായി, ഒരു നാരങ്ങ വെള്ളം. ഓക്കെ, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷെ അതേ സമയം തന്നെ കുറച്ച് ഡേഞ്ചറുമാണ്. കണ്ടില്ലേ, 2 സൈഡിലും വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കണം. ഇങ്ങനെ എല്ലാ നേരത്തും കുറേ വണ്ടികളുണ്ടാകും. ഇതും ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാണ് കേട്ടോ. ഇത് കോർപ്പറേഷൻ്റെ സർക്കാരിൻ്റെ എന്തൊക്കെയോ അങ്ങനെ ചേർന്നിട്ടുള്ളതാണ്, പ്രൈവറ്റ് അല്ല. കണ്ടില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ വരുന്നത്. ഇത് കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആണിത്. ഷീ സ്റ്റേ എന്ന് പറയും. അതിന് തൊട്ട് ചേർന്നിട്ട് കാണുന്ന ആ ഗ്രീൻ കളർ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ഹോസ്റ്റല്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്റ്റലാണ് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പോയതാ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ഹോസ്റ്റലിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാവേ. അടുത്ത് തന്നെ ഒരു വോളിബോൾ കോർട്ടുണ്ട്. ഇങ്ങനെ എൻട്രൻസ്. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഹോസ്റ്റലിൻ്റെ ഉൾഭാഗം. നല്ലൊരു യാർഡുണ്ട് കേട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടേക്ക് ഇരിക്കാം. അങ്ങനെ ഫുള്ള് റൂംസാണ്. ഒരുവിധം എല്ലാ റൂംസും ഫിൽഡാണ്. കണ്ടില്ലേ, ഞാൻ നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വിഷ്വൽസ്. ഓക്കെ, അപ്പം ഞാൻ റൂമിൽ കൊണ്ടുപോയി ലഗേജൊക്കെ എടുത്ത് വെക്കട്ടെ. ഹെവി ലോഡാ. ഞങ്ങളുടെ ഇത് 6 ഷെയർ ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ. ഇതാണ് റൂമിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. എൻ്റെയും ലക്ഷ്മിയുടെയും ബെഡ് ഇതാണ്. എൻ്റെ അടിയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വേറെ ആരുടെയാണ് കേട്ടോ. ഞങ്ങൾ 2 ദിവസം ഒരാഴ്ച ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴത്തേനും വന്നിട്ടുള്ളതാണ്. താഴെ ലക്ഷ്മി, വെള്ളിയ, ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ ഷെൽഫുണ്ട്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഷെൽഫുണ്ട്. ഇതെൻ്റെ ഷെൽഫ്. അപ്പോൾ അതിന് കീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്.
ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റഡി റൂം. നിറയെ ടേബിൾസ് ഒക്കെ ഉണ്ട്. സൂപ്പർ അല്ലേ? ഇവിടെ എത്ര നേരം വേണേലും വന്നിരുന്ന് പഠിക്കാം. ഇവിടെ ലൈറ്റ് ഓഫ് ഒന്നുമില്ല. എത്ര നേരം വേണേലും പഠിക്കാം. ഞങ്ങളിതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പഠിത്തമൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാം. സ്റ്റഡി ഏരിയ കൊള്ളാല്ലേ? ഇവിടെയൊക്കെ ടേബിൾ കിടപ്പുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ വേണേലും വന്നിരുന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ഭാഗത്താണ് കേട്ടോ ഞാനുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നാണ് ഫസ്റ്റ് ഡേ ഇതിനകത്ത് ഇരിക്കുന്നത്. 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ വന്നത്. 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പോയി. ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞ ഉടനെ നാടും വിട്ടു. പിന്നിപ്പോൾ ഇന്ന് എത്തി. ഇന്നാണ് ഞാൻ ശരിക്കും ഹോസ്റ്റലിൻ്റെ എല്ലാ ഭാഗങ്ങളും നടന്ന് കാണുന്നത്. ഓരോ ഫ്ലോറിലും ചെല്ലുമ്പോൾ നമുക്ക് എല്ലാം സെയിമായിട്ട് തോന്നും. എല്ലാം സെയിമാണ്. ഞാൻ 2ാമത്തെ നിലയിലാണുള്ളത്. ആകെ മൊത്തം 4 ഫ്ലോറാണുള്ളത് കേട്ടോ. അതവിടെ തുണിയൊക്കെ കഴുകാനുള്ള സൗകര്യമുണ്ട്. നല്ല ഭയങ്കര ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഹെവി ചൂടൊന്നുമില്ല. പിന്നെ കുറച്ച് കൊതുകിൻ്റെ ശല്യമുണ്ട്. കൊച്ചിയാണല്ലോ, അതുകൊണ്ട് അധികം ഡോറുകളൊന്നും തുറന്നിട്ടേക്കത്തില്ല. എല്ലാ റൂമിൻ്റെ ഡോറുകൾ എപ്പോഴും അടഞ്ഞിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് റൂമിലിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടൊക്കെ ഫീൽ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല അന്തരീക്ഷമാണ്. മൊത്തം മരങ്ങൾ അതിനകത്ത്. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മരങ്ങളുടെ മുകൾ ഭാഗമാണ്. ഇത്രയും മരങ്ങളുള്ളപ്പോൾ എങ്ങനെയാ ചൂടുണ്ടാവുക? കണ്ടില്ലേ, ഡോറൊക്കെ അടച്ചിട്ടിട്ടായിരിക്കുന്നത്. നമ്മൾ വരുന്നത് ഈ ഒരു ഫ്ലോറിൽ ഈ സൈഡിലായിട്ടുള്ള റൂമിലാണ്. എൻ്റെ റൂം വരുന്നത്. എല്ലാ ഡോർസും എപ്പോഴും ക്ലോസ്ഡ് ആണ്. അത് കൊതുകിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ നല്ല രസമുണ്ട്. പിന്നെ നമുക്കിവിടെ എവിടെ വേണേലും സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലത്ത് മാത്രമേ വരാൻ പാടുള്ളൂ, നിൽക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഏത് ബാത്റൂമിൽ വേണമെങ്കിൽ പോയി കുളിക്കാം. എവിടെ വേണേലും സ്പെൻഡ് ചെയ്യാം. എവിടെ വേണേലും ഇരുന്ന് പഠിക്കാം. എന്ത് വേണേലും ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുൾ ടൈം എവിടെ വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമല്ലേ? വാവ്, എനിക്ക് ഈ ഭാഗമാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഞങ്ങൾ നൈറ്റ് അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ മുക്കിലും മൂലയിലും CCTV ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും നമുക്കിതിൻ്റെ മേളിലേക്കും കൂടെ ഒന്ന് കയറി നോക്കാം. തുണി കഴുകിയിടുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ട് അലക്കിയിട്ടൊന്നുമില്ല. അതായത് ഞായറാഴ്ച പോയപ്പം അതെല്ലാം കൊണ്ടുപോയി വീട്ടിൽ തന്നെ പോയി കഴുകുക ചെയ്ത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മുകളിലത്തെ സെറ്റപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഒരു വൈഡ് ഏരിയയിൽ തുണി വീശിടാനുള്ള സ്പേസാണ് കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നല്ല രസമില്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇപ്പോഴാണ് ശരിക്കും ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടത്, ഇന്ന് കണ്ടതിന് ശേഷം. നല്ല രസമുണ്ട്. ലക്ഷ്മി എത്തിയിട്ടില്ല. ലക്ഷ്മി വയറ്റിൽ വരെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പം റൂമിനുള്ളിലിരുന്ന് പുഴുങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ ഫോണും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പം എന്നാ വിചാരിച്ചു മൊത്തത്തിലൊന്ന് എടുത്ത് വെക്കാം, എല്ലാവർക്കും കാണാമല്ലോ. നമുക്ക് താഴേക്ക് പോകാവേ. ഫ്ലോറൊക്കെ നോക്ക്, എത്ര ക്ലീനാന്ന് നോക്കും. ഇഷ്ടംപോലെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ എപ്പോഴും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. ഇതാട്ടോ ഞങ്ങളുടെ റൂം ഈ കാണുന്നത്. അതിൻ്റെ ഡോർ തുറന്ന് അടക്കട്ടെ. ഇവിടുത്തെ ജിം ഏരിയ, വോളിബോൾ കോർട്ടൊക്കെ നോക്കിയിട്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ മെസ് ഏരിയ വരുന്നത്. അവിടെ വന്നിരുന്ന അവിടെയും നമ്മൾ സ്റ്റഡി റൂമിൽ കണ്ട പോലെ കുറേ ടേബിൾസും ചെയർസും ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. മെസ്സിന് ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺവീനിയൻ്റ് ആണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ പുറത്ത് പോകേണ്ടവർ കാണുന്നുണ്ടെങ്കിൽ രാവിലെ ടിഫിൻ ബോക്സിൽ ചോറ് തരുകയും ചെയ്യും. അവൾമാരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ അവൾ ഇത്രയും നേരം ലേറ്റ് ആയപ്പോൾ തന്നെ ഭ്രാന്ത് പിടിച്ചു തുടങ്ങി ഒറ്റയ്ക്കായപ്പോൾ. അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. റൂട്ടിലും കണ്ടോ ആ ഭാഗത്തൊക്കെ നിറച്ച് മരങ്ങളായതുകൊണ്ട് കാരണം മൊത്തത്തിൽ ഈ ഏരിയയിൽ നല്ലൊരു തണുപ്പാണേ. അതിൻ്റെ കൂടുതൽ 2-3 ദിവസം അടുപ്പിച്ച് മഴയൊക്കെ കിട്ടിയത് കൊണ്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും കണ്ടില്ലേ നിറച്ചും മരങ്ങളാണ്. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട് ചൂടിന്. ഇപ്പം എങ്ങനെയുണ്ട് ഹോസ്റ്റല്? അടിപൊളിയല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ദൂരം കൂടുതലാണ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വേറെ ഹോസ്റ്റൽ നോക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇന്ന് വന്നത്.
അല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ക്ലാസ്സുള്ളൂ, നാളെ രാവിലെ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്തേക്കാവും. അവിടെ ഒരു ഹോസ്റ്റലോ PG അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതൊന്ന് പോയി നോക്കണം. വിളിച്ചൊക്കെ ചോദിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നേരിട്ടൊന്ന് പോയി കാണണം. ലക്ഷ്മി എത്തിയിട്ടുണ്ട്. ശ്വാസം നിറഞ്ഞു. ശ്വാസം നേരെ വീണു. വിശക്കുന്നില്ലേ? ചെറുതായിട്ട് വിശക്കുന്നുള്ളൂ. അത് പക്ഷെ തലകറക്കത്തിനുള്ള രീതിയിലല്ലേ തന്നേക്കുന്നേ? അതിൻ്റെ തന്നിട്ടുണ്ടല്ലേ. ഓക്കെ. ഞങ്ങൾ ഹോസ്റ്റലിൽ നോക്കാൻ പോവാ. വേറൊരു ഹോസ്റ്റൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നോക്കി പോ. എടി ഇവിടെ ഒരു ഹോസ്റ്റലിന്റെ ബോർഡ് അതാണോ? കണ്ടോ, ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ വന്നു. ചേച്ചി തല്ലാൻ വരുന്നതാണല്ലോ വരുന്നേ. ആരും ഇല്ലാത്ത ഹോസ്റ്റൽ റൂമിൽ അതിക്രമിച്ച് കയറി. യുവതികൾ അറസ്റ്റിൽ. ഫാൻ വിട്ടു. ഹോസ്റ്റൽ നോക്കി തെണ്ടി തിരിഞ്ഞ് ഇപ്പൊ സ്റ്റുഡിയോയിൽ വന്നു. അവൾക്ക് ചെരുപ്പ് മേടിക്കണം. അവള് വീട്ടിലിടുന്ന ചെരുപ്പ് ഇട്ടുണ്ടാവും വന്നേക്കുന്നത്. അപ്പോൾ ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. നല്ല ഓഫറുണ്ട് കേട്ടോ. തൃശ്ശൂരത്തെ സ്റ്റുഡിയോ പോലെ ഒന്നല്ല, നല്ല സ്റ്റുഡിയോ. ഭയങ്കര കളക്ഷൻസ്, ഡിഫറെൻറ്റ് സാധനങ്ങളാണ് ഇവിടെ. ഇതൊന്നും ഞാൻ അവിടെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. കൊച്ചിയിൽ ഭയങ്കര കളക്ഷനാണ്. ഇതെന്തൊരു ബാഗാ, കുഞ്ഞു ബാഗ്. അതെന്തിനാ പോലും കീ ചെയിനോ? വാലന്റൈൻസ് ഡേക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു ചോദിച്ചു എന്നോട്. എന്ത്? ആ ബാഗോ? എന്തിനാ ബാഗ്? ഇഷ്ടപ്പെട്ട്, പക്ഷെ എന്റെ സൈസ് ഇല്ല. വാവ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. സാധാരണ സ്റ്റുഡിയോയിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഇത് നോക്കി വെച്ചേ, നല്ല രസമല്ലേ? ഐ ലൈക്ക് ഇറ്റ്. കൊള്ളാല്ലേ? നൈസ്. അവൾക്ക് എത്ര സൈസ്? സൈസ് 20ഒക്കെയാണ് അല്ലാത്ത ഉടുപ്പിന്. ഇതിൽ പക്ഷേ ഏജാ. അപ്പോൾ ഒരു 2 വയസ്സിന് നോക്കി വെച്ചാൽ മതി, കറക്റ്റ് ആയിരിക്കും. നല്ല രസമുണ്ട്. കളേഴ്സൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബോയ്സിൻ്റെ ഇത് എന്തായാലും അവരെ കൊണ്ട് ഒരു ദിവസം ഇവിടെ വരണം. നൈസ്. വാവ്, ഇതിനൊക്കെ കാലം കഴിഞ്ഞു കേട്ടോ. ഡിഫറെൻ്റ് ഐറ്റം കാണിച്ചു തരട്ടെ. ചെമ്പരത്തിപ്പൂ പോലെ ഉണ്ട്. നൈസ് അല്ലേ? അവള് പേയ്മെൻറ്റ് ചെയ്തിട്ട് വരട്ടെ, നമുക്ക് കളക്ഷൻസ് ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഹോസ്റ്റലിൽ നോട്ടവും തെണ്ടലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ശുദ്ധമായി ശ്വസിച്ചിട്ട് പോവാം. എന്താ സൗകര്യം. വന്നപ്പോൾ മുതൽ ഞാൻ ഈ ബെഞ്ചിലാണ്. ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എത്ര നേരം വേണേലും ഇവിടെ ഇരിക്കാം, ആരും ചോദിക്കത്തില്ല. മൊത്തം പുറത്തിരുന്ന് തീർത്തു. ഇനി കുറച്ച് നേരം റൂമിൽ പോയി നീണ്ടു നിവർന്ന് കിടക്കാം. പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്കും അവൾക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ കുറേ നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം അവൾ ഉറങ്ങി. ഇപ്പം നമുക്ക് ഡിന്നറിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ 9 മണി വരെയേ മെസ്സുള്ളൂ. അതിന് മുന്നേ നമുക്ക് പോയി കഴിക്കണം. കഴിച്ചിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നൈറ്റൊക്കെ ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. വേറെ വൈബാണ് കേട്ടോ, നല്ല രസമില്ലേ? നൈറ്റൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക. പക്ഷെ ഭയങ്കര കൊതുകായിരിക്കും. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ വെള്ളയപ്പവും ഗ്രീൻ ബീൻസ് കറി.